ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ജെയ്മിക്ക് കുത്തേറ്റ് കാണും. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ അവള് മരിക്കാൻ പോകുന്ന സിറ്റുവേഷൻ ഇരിക്കുമ്പോഴാണ് ഹേജുവാണ് ഇവളുടെ അടുത്തുനിന്ന് പൊട്ടി കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇവരന്വേഷിച്ച് പോലീസ് വന്നോണ്ടിരിക്കുമ്പോൾ ഹുങ് അവർക്ക് ഡയറക്ഷൻ കാണിച്ച് അവസാനം ഇവരെ രക്ഷിക്കാൻ വേണ്ടി വരും. അങ്ങനെ ഇപ്പൊ ഇവൾ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുമ്പോഴാണ് ഹേജുവാണ് ഇവിടെ മൊത്തം തകർന്നു ഇരിക്കുക. കാരണം ഇവനെ കൊല്ലാമെന്ന ഗ്യാങ്സ്റ്റർ കാരണം അവളുടെ അവസ്ഥ ഇപ്പൊ ഇങ്ങനായ. അതുകൊണ്ട് സർജറി ശേഷം അവൻ അവളെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് ഡോക്ടറാണ് ഒരു വ്യക്തി മാത്രം അകത്ത് കയറിയാൽ മതി എന്നറിയും. അതോടെ ഹുങ് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഇവനാണ് ഇനി അവളെ കാണണമെന്ന് തീരുമാനം എടുത്ത് തിരിച്ച് അവന്റെ പഴയ വീട്ടിലേക്ക് ചെല്ലും. ആ വീട്ടിലെ ഓണറാണ് ഇവന് പണ്ട് തൊട്ടേ ഭയങ്കര ക്ലോസാ. അതുകൊണ്ട് അവനിപ്പോ അവരുടെ വീട്ടിലുള്ള. ഇതേ സമയം ഹുങ് ഇവിടെയുള്ള കാര്യം അറിഞ്ഞ് അവന്റെ അമ്മ അവിടേക്ക് വരുമ്പോഴാണ് ഇവനാണ് പേടിച്ചു പറിച്ച് അവന്റെ അമ്മയോട് ക്ഷമ ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അമ്മയും അവള് പ്രഗ്നന്റ് എല്ലാം സത്യമല്ല അവർക്കറിയാം. അതുകൊണ്ട് ഇതോടെ ഈ കല്യാണത്തിന്റെ ചിന്തയെല്ലാം മറന്നിട്ട് അവരുടെ കൂടെ വീട്ടിലേക്ക് വരാൻ പറയും. പക്ഷെ അവനാണ് അതൊന്നും കേൾക്കാതെ ഇനി കല്യാണം നടക്കണ ജെയ്മിയുടെ കൂടെ ഉള്ളെന്ന് പറഞ്ഞ് അവൻ അവിടെ വെച്ച് പാൻറ്റൊക്കെ ഊരി സ്ട്രൈക്ക് നടത്താൻ നോക്കും. ഇതോടെ അവന്റെ അമ്മയാണ് നാണം കിട്ട് എങ്കിൽ പിന്നെ അവൾക്ക് ബോധം വരുന്നവരെ വീട്ടിൽ വെച്ച് സുരക്ഷയായിട്ട് നോക്കിക്കൊള്ളാൻ അവന് വാക്ക് കൊടുക്കും. അതിനുശേഷം ഇവിടെ ഹേജോ ആണ് അവളെ കുറിച്ച് ഓർത്തോണ്ട് അവളുടെ ഒരു ഷൂ ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട ചേച്ചിയും കുറെ നേരമായിട്ട് ഫുഡും കഴിക്കാതെ ആ ഷൂവിനകത്ത് എന്തോ ഉള്ളതെന്ന് അറിഞ്ഞ് അത് വാങ്ങിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അവനാണ് ഇവരുടെ കയ്യം കടിച്ചു വയ്ക്കും. അതോടെ അവരും ദേഷ്യത്തി ആ ഷൂ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ എല്ലാ ഷൂവും കൂടെ വെച്ചോന്ന് പറഞ്ഞ് എല്ലായിടത്തും അവന്റെ അടുത്തേക്ക് അങ്ങിടും. അതിനുശേഷം അടുത്ത ദിവസം ജീഹോ ആണ് ഹുങ്ങിന്റെ അടുത്ത് ഡീൽ ചെയ്ത പോലെ അവന്റെ വീട്ടിൽ ചെന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടി നോക്കും. കാരണം പോലീസുകാരൊക്കെ ആ ബീച്ച് വരാൻ കാരണം തന്നെ ജീഹോയാണ്. അവൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവരാരും തന്നെ രക്ഷപ്പെട്ട് കാണത്തില്ല. അങ്ങനെ ഹുങ്ങിനെ രക്ഷിച്ചതിന് ഒരു കൃത്യ തുക വേണമെന്ന് പറഞ്ഞ് അവന്റെ അമ്മയാന്ന് പറഞ്ഞ ഒരു ലേഡിയോട് സംസാരിക്കുമ്പോഴാണ് അവരാണ് ഹുങ്ങിന്റെ രണ്ടാമത്തെ അമ്മയെ അവരെന്ന് പറയും. അതുകൊണ്ട് മെയിൻ അമ്മയോട് പറഞ്ഞാല് കാശ് കിട്ടത്തുള്ളെന്ന് പറയുമ്പം ഇവനാണ് മൊത്തം ചമ്മി പോയിട്ട് അങ്ങനെയാണ് സംസാരിച്ച് മൊത്തം വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് ആ വീണ്ടും അവന്റെ അമ്മയെ കാണാൻ വേണ്ടി പോകും. അപ്പോഴായിരിക്കും ഇവൻ അവരെ കണ്ട് പേടിച്ചു വന്ന്. കാരണം ഇപ്പൊ വീട്ടിൽ അവസ്ഥ തന്നെ ഹുങ്ങിന് തന്നെ സ്വന്തം റൂമിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാ. കാരണം അവന്റെ റൂമിലാണ് ഇപ്പോ ജെയ്മിക്ക് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ അവള് ഗുണാകുന്നവരെ ഇവൻ ആ റൂമിലേക്ക് കയറി പോലെന്ന് അമ്മ ആൾക്കാരെല്ലാം അവിടെ നിർത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവരുടെ സംസാരം കേട്ട് അവനും പേടിച്ചു പോയി. ഇന്ന് എന്തായാലും പൈസ കിട്ടത്തില്ലെന്ന് തീരുമാനിച്ചിട്ട് അവൻ നേരെ മറ്റേ ചേച്ചിയെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ ഇവരെങ്കിലും എന്തേലും ജോലി ഒപ്പിച്ചുതരാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് അവരാണ് പണ്ടത്തെ പോലെ ഹേജോന്റെ കൂടെ ജോലി ചെയ്യാത്തെന്നും ചോദിക്കും. അപ്പോഴാണ് അവനും ദേഷ്യത്തി ആ ഹേജോയുടെ കൂടെ ജോലി ചെയ്താ ഇത്രയും ദിവസം ആ ഗാങ്സ്റ്ററിന്റെ കൂടെ നരകം അനുഭവിച്ച പോലെ വീണ്ടും അവന് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് പറയും. അങ്ങനെ ആ നാറ് ഹേജോനെ രക്ഷിക്കാൻ വേണ്ടി ആ ഗാങ്സ്റ്ററിന്റെ കൂടെ നടന്ന് ശയിച്ചോണ്ടിരുന്ന. പക്ഷെ എന്നിട്ടും ആ ഹേജോന്റെ ഫോൺ അറ്റൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞ് ഇവൻ അവനെ കുറിച്ച് ദേഷ്യത്തിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഹേജ് ആ റൂമിലുള്ള കാര്യം ഇവൻ അറിയത്തില്ല. അപ്പോഴാണ് അവനെ കണ്ടതോടെ ഇവ മൊത്തത്തെ അങ്ങ് പേടിച്ചു പോകും. അതേസമയം ഇവിടെ ഹുങ്ങാണ് രാത്രി സമയം ആരും അറിയാതെ ജെയ്മിയെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ആരുടെയും സഹായം ഇല്ലാതെ ജോൺ തന്നെ അവനെ പൊക്കിയെടുത്ത് പുറത്തേക്ക് തന്നെ ആക്കും. അങ്ങനെ എന്ത് ട്രൈ ചെയ്തിട്ടും ഹുങ്ങിനെ അവളെ കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അടുത്ത ദിവസം അവനും അവന്റെ രണ്ടാമത്തെ അമ്മയുടെ സഹായത്തോടെ അവരുടെ കൂടെ പതുങ്ങി അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ജോണാണ് ഇത് മനസ്സിലായി ഇവരുടെ കൂടെ തന്നെ ഹുങ് ഉണ്ടെന്ന്. പക്ഷെ അവൻ കണ്ടിട്ട് മൈൻഡ് ചെയ്തിരിക്കും. എന്നിട്ട് ഇവിടെ 2 ദിവസമായിട്ട് ഹേജോ ബെഡിൽ തന്നെ കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട ആ ചേച്ചിയും ഈ ഷൂ അത്രയ്ക്ക് വിലപ്പെട്ടതാണെന്ന് പറഞ്ഞ് അതെടുത്ത് അങ്ങ് എറിയുന്ന പോലെ ആക്ഷൻ കാണിക്കും. അപ്പോഴാണ് അവന് മൊത്തം ടെൻഷനായി ആ ഷൂ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞ് അവൻ പുറത്ത് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ ഷൂ ഇവരുടെ കയ്യിലുള്ളത്. അപ്പോഴാണ് ഇവനെ കണ്ട് അവർക്കും പഴയതൊക്കെ ഓർമ്മ വരും. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവൻ ആഹാരം കിട്ടാതെ കുറെ കഷ്ടപ്പെട്ടാണ്. അങ്ങനെ വേസ്റ്റ് ഉള്ളൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സമയത്ത് ഇവരായിരിക്കും അവനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയിട്ട് ഡെയിലി വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് അവൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ അവൻ അതെന്നും പുറത്തുനിന്ന് കഴിച്ചിട്ട് ഒരു ദിവസം ആ ഫുഡ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അവനങ്ങ് വെച്ചിട്ട് പോകും. അപ്പോഴാണ് ആ ചേച്ചി ഒരു ദിവസം അവനെ വിളിച്ചോണ്ട് ബാറിലേക്ക് ചെല്ലും. ഇനി തൊട്ട് ഓസിനൊന്നും ഫുഡ് എടുക്കാൻ പറ്റത്തില്ല, അതിനു പകരം ഇവൻ എന്തെങ്കിലും ഇവിടെ ജോലി ചെയ്യണമെന്ന്. അങ്ങനെ അവൻ അവിടെ എല്ലാ പണിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ബാറിലേക്ക് വരുന്ന കുറച്ച് പേരൊക്കെ പേഴ്സണലായിട്ട് കുറച്ച് ജോലിയൊക്കെ ഇവനെ ഏൽപ്പിക്കും. അപ്പോഴാണ് ഈ കാര്യമൊക്കെ അറിഞ്ഞ ആ ചേച്ചിയും മറ്റുള്ളവർ പറയുന്ന ജോലിയും ചെയ്യുകയാണ് എങ്കിൽ പിന്നെ ഇവൻ തന്നെ ഒരു സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജോലി എന്ന് തന്നെ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ പറയും. അങ്ങനെ അവനെ കൊച്ചിൽ തൊട്ട് വളർത്തിയെടുത്ത ഒരമ്മയെ പോലാണ് ഇവര്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ആ ചേച്ചിയും ഷൂ വേണമെങ്കിൽ അവരോട് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് അവന് ഫുള്ളും ജെയ്മിയുടെ ഓർമ്മ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവനും അവളെ കാണണം തീരുമാനം എടുത്തിട്ട് വണ്ടി പെട്ടെന്ന് ഹുങ്ങിന്റെ വീട്ടിലേക്ക് വിടാൻ പറയും. ഇതേസമയം അവൾക്കാണ് ബോധം വരുമ്പോഴാണ് അവന്റെ അമ്മയാണ് അടുത്തേക്ക് വന്ന് ഇവള് പ്രഗ്നന്റ് ആന്ന് പറഞ്ഞ കള്ളമൊക്കെ അവർക്ക് മനസ്സിലായെന്ന് പറയും. അതുകൊണ്ട് ഹുങ് പോലും അറിയാതെ സൈലന്റ് ആയിട്ട് ഈ വീട്ടിൽ നിന്ന് പോയിക്കോണെന്ന് അവരവളെ പറഞ്ഞ് മനസ്സിലാക്കും. എന്നിട്ട് ഹുങ് അവളെ കാണണം എന്ന് പറഞ്ഞ് റൂമിൽ നോക്കുമ്പോഴാണ് ജെയ്മിയാണ് അവളെ കാണത്തില്ല. അതോടെ അവനും മൊത്തത്തിൽ പേടിച്ചുപോയി. അവൾ എവിടെ പോയെന്ന് പറഞ്ഞ് അവന്റെ അമ്മയോട് ചോദിക്കാൻ വരുമ്പോഴാണ് അവന്റെ അമ്മയാണ് എല്ലാവരും ഫ്രണ്ട് വെച്ച് നാറ്റിക്കെന്ന് പറഞ്ഞിട്ട് അവനെ റൂമിലേക്ക് വിളിച്ചോണ്ട് സംസാരിക്കും. അപ്പോഴാണ് അവനും കരഞ്ഞോണ്ട് വയ്യാത്ത ജെയ്മി എന്തിനാ ഇവിടെ നിന്ന് പറഞ്ഞയച്ചെന്ന് അവളെ ഓർത്ത് കരയുമ്പോഴാണ് അവന്റെ അമ്മയാണ് അവനെ പറഞ്ഞ് മനസ്സിലാക്കും ഇവരുടെ കുടുംബത്തിൽ അവൾ ചേരത്തില്ലെന്ന്. അങ്ങനെ അവൾക്ക് കൊച്ചുങ്ങൾ ജനിക്കത്തില്ലെന്ന് അവൾ തന്നെ സത്യം പറഞ്ഞ കാര്യമൊക്കെ ഇപ്പൊ ഇവനോട് പറഞ്ഞ് ദേഷ്യപ്പെടും. അതുകൊണ്ട് അവളെ മറന്നേക്കെന്ന് പറഞ്ഞ് ഇവൻ അഡ്വൈസ് ചെയ്യുമ്പം ഇവനാണെ കരഞ്ഞോണ്ട്
കൊച്ചുങ്ങളില്ലെങ്കിൽ എനിക്ക് ജെയ്മിയെ മാത്രം മതിയെന്ന് അവൻ വിഷമിച്ചോണ്ടിരിക്കും. അതിനേശം അവനും പുറത്തേക്കൊന്ന് നോക്കുമ്പോഴാണ് അവിടെ അവളാണെ പോകാതെ ഇവനെ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനേശം ഇവരുണ്ട് സംസാരിക്കുമ്പോഴാണ് അവളാണ് ഇപ്പോഴും അവളുടെ സ്ഥാനം മനസ്സിലാക്കിയെന്ന് അവനോട് പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഇവരുടെ റിലേഷൻ ഇതോടെ നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് അവളും കാര്യം പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് അവനാണ് ഇവിടെ മൊത്തത്തിൽ തകർന്നുമായിരിക്കും. അതേസമയം അവന്റെ അമ്മയെ വിഷമിച്ചോണ്ടിരിക്കും. ഹുങ് ജെയ്മിയെ മറന്നില്ല, പിന്നെ എങ്ങനെ അവനെ സമാധാനപ്പെടുത്താൻ പോന്നേന്ന്. ഇതേസമയം അവളെ കാണാൻ വേണ്ടി ഹേജ് അവിടെ വന്നോണ്ടിരിക്കുമ്പോഴാണ് അവനാണ് ചേച്ചി ഇത് അറിയാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് വെച്ചെന്നെ കാർ നിർത്തി അവരെ ഇറക്കി വിട്ടിട്ട് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അന്ന് രാത്രി ഇവന് ഹുങ്ങിനെ കണ്ട് ഇവൻ കാരണം അതൊക്കെ സംഭവിച്ചതിന് സോറി ചോദിക്കുമ്പോഴാണ് ഹുങ്ങാണ് ഇവനെ കണ്ടിട്ട് മൈൻഡ് ചെയ്ത് പോകാൻ നോക്കും. അപ്പോഴാണ് പെട്ടെന്ന് അവനെ ഹഗ് ചെയ്തിട്ട് ചേട്ടൻ കാരണം ഞാൻ ഇപ്പൊ ജീവനോടല്ലെന്ന് അവരുടെ കൂടെ കുറച്ച് സമയം ഇരുന്ന് സംസാരിക്കും. അങ്ങനെ അവന് ജെയ്മി എങ്ങനെയാന്ന് ചോദിക്കാൻ വേണ്ടി ഇവന്റെ വീട്ടിൽ എല്ലാവരും സുഖമാണെന്ന് ചോദിക്കും. അപ്പോഴാണ് ഹുങ്ങും ജെയ്മി എല്ലാവരും ഇപ്പോൾ സുഖമായിട്ടുണ്ടെന്ന് ഇവൻ അറിയാൻ ആഗ്രഹിച്ച ആ കാര്യം പറയുമ്പോഴാണ് ഹേജോണെ പോകുന്നതിന് മുമ്പേ അവളുടെ ഒരു ഷൂ അവൻ കൊടുത്തിട്ട് പോകും. അങ്ങനെ ഈ ഷൂ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കൊടുക്കുകയോ ഇല്ല കത്തിക്കുകയോ എന്താണ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഈ ഷൂ കണ്ട് ഹുങ്ങിന് ഓർമ്മ വരുന്നത് അവൾ വയ്യാതിരുന്നപ്പോഴും നീ വാങ്ങിച്ചെന്ന് ഷൂ ഇട്ടോണ്ട് നിന്റെ കൂടെ വരണമെന്ന് എന്റെ ആഗ്രഹം എന്ന് അവൾ പറഞ്ഞ ഡയലോഗ് ഇവൻ ഓർത്ത് വെക്കും. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഹേജോ വാങ്ങിച്ചെന്ന ഷൂവിനെ കുറിച്ച് അവൾ സംസാരിച്ചോണ്ടിരുന്നെന്ന്. അതായത് അവൾക്കിപ്പോഴും ഹേജോനോട് ഇഷ്ടമുള്ളത്. അങ്ങനെ അത് അവസാനം അവന് മനസ്സിലായതോടെ അന്ന് രാത്രി സൈലന്റ് ആയിട്ട് അവൻ അവൻ തന്ന ഷൂ പുറത്തേക്ക് വെച്ചിട്ട് അവിടുന്ന് പൊട്ടി കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവൻ അവിടെ ഇരിക്കുന്ന ഷാഡ് ഇവള് കണ്ടിട്ട് ഇവൾക്കും കരച്ചിൽ വരും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം രാവിലെ തന്നെ ജെയ്മി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് ഇതൊക്കെ ഹുങ് സൈഡിൽ നിന്ന് കണ്ടോണ്ട് അവൻ വിഷമിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ കുറച്ചു ദിവസത്തിന് ശേഷം ഹേജ് അവിടെ നിന്ന് മനസ്സിലാക്കി ഇവൾ നേരെ അവിടേക്ക് വരും. അപ്പോഴാണ് അവൻ ആ ചേച്ചിയോടെ കണ്ടുടനെ ഇവള് മൊത്തത്തിൽ തെറ്റിരിച്ച് ചാടി ചെന്ന് അവനെ കടിക്കാൻ വേണ്ടി തുടങ്ങും. ഇതോടെ അവനും ദേഷ്യത്തി ഇവരെന്നെ വളർത്തിയ വ്യക്തിയാന്ന് പറഞ്ഞ് അവളായിട്ട് അടി ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവരെ തടയാൻ നോക്കിയ പാവം ചേച്ചിക്കാണ് അവസാനം അടിയൊക്കെ വാങ്ങിച്ചു കൂട്ടേണ്ടി വരും. അതിനുശേഷം ജെയ്മിയും കുറച്ച് ജലസായി എന്തായാലും ഇനി ഇവിടെ താമസിക്കേണ്ടെന്ന് പറഞ്ഞ് അവന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ വരാൻ വേണ്ടി അവനെ വിളിക്കും. അപ്പോഴാണ് അവനും അവളുടെ കൂടെ അവിടെ നിന്ന് പുറത്തേക്ക് ചെന്നിട്ട് അവൻ അപ്പൊ തന്നെ ടാക്സി വിളിച്ച് ഹുങ്ങിന്റെ വീടിന്റെ അഡ്രസ് പറഞ്ഞ് അവിടേക്ക് ഇവളെ കൊണ്ടാക്കാൻ പറയും. ഇതോടെ അവളാണ് ദേഷ്യം നിലവിളിച്ച് ആ കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവനായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അവളിപ്പോ ഇവിടേക്ക് വന്നത് ഇവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോഴാണ് അത് കേട്ട് അവനും പക്ഷെ ഇവൻ ഇപ്പൊ ഇവളെ ബോറടിച്ചെന്ന് പറഞ്ഞ് അവ മുമ്പത്തെ പോലെ ഇവൾ ഉപേക്ഷിക്കാൻ നോക്കുമ്പം ഇവളാണിത് മനസ്സിലാക്കി ബോറടിക്കുന്ന വ്യക്തിയെ കാണാൻ വേണ്ടിയാണോ അത്രയും ദൂരം യാത്ര ചെയ്ത് ആ രാത്രി അവിടേക്ക് വന്നേം ചോദിക്കും. അപ്പോഴാണ് ഇവനും എന്തോ പറയുന്നറിയാതെ ഇവളുടെ ഒരു ഷൂ ഇവന്റെ ഉള്ളതുണ്ട് അത് തിരിച്ചു കൊടുക്കാൻ മാത്രം അവിടേക്ക് വന്നേന്ന് പറയും. അല്ലാതെ ഇവളെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണത്തില്ലായിരുന്നെന്ന് പറഞ്ഞ് അവൻ കുറച്ച് പോയിന്റ് ഒക്കെ എടുത്ത് പറയുമ്പം ഇവളാണെ അതൊന്നും വിശ്വസിക്കാതെ ഒരു ഷൂ കൊടുക്കാൻ വേണ്ടി ആരിൽ അത്രയും ദൂരം വരുമെന്ന് അവൾ തിരിച്ച് അവനോട് ചോദിക്കും. അതുകൊണ്ട് അവൻ അതിന് ഉത്തരം പറയാൻ പറ്റാതെ അവന്റെ നല്ല മനസ്സ് ഇങ്ങനെ പ്രണയമായിട്ട് തെറ്റിയിരിക്കില്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവൻ തിരിച്ച് വീട്ടിലേക്ക് പോയതിനു ശേഷം പുറത്ത് നല്ല കട്ടയ്ക്ക് മഴയായിരിക്കും. അങ്ങനെ ഇവൻ ഇവിടെ നിന്ന് അവൾ പോയി കാണുമില്ല അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞ് അവളെ കുറിച്ച് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കിയ ചേച്ചിയും അത്രയ്ക്കും ടെൻഷനാണ് ഇവൻ തന്നെ പുറത്തേക്ക് നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് അവളാണ് അവിടെ കാണത്തില്ല. അതിനുശേഷം അവൻ ആ മഴയത്ത് ഇവൾ ഇവിടെ എല്ലാം കാണുമെന്ന് പറഞ്ഞ് അവിടെ ഫുൾ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഒരു പക്ഷേ ഇതിനു മുമ്പ് താമസിച്ച വീട്ടിൽ അവൾ കാണുമെന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് ചെല്ലും. അങ്ങനെ അവൻ വിചാരിച്ച പോലെ തന്നെ അവളാണ് ആ മഴയത്ത് കുറെ സമയം അവന് വേണ്ടി കാത്തു നിന്നിട്ട് ഇപ്പോഴേ ഇവിടേക്ക് വന്ന്. അങ്ങനെ ഇവനെ കണ്ടുപിടിക്കാൻ ഈസി ആയതുകൊണ്ട് അവൾ ഇവിടേക്ക് വന്നെന്ന് പറയുമ്പം ഇത് കേട്ട് അവനാണ് മൊത്തത്തിൽ ഇമോഷണലായി പെട്ടെന്ന് കരയാൻ തുടങ്ങും. അപ്പോഴാണ് അവളും നമ്മൾ വിചാരിച്ച പോലും നമ്മുടെ സ്നേഹത്തിനെ തടയാൻ ഒക്കത്തില്ലെന്ന് ഇവർ രണ്ടുപേരും കൂടി ഇപ്പൊ ഒന്നേരും. അങ്ങനെ ഇതിനു മുമ്പ് ഇവര് ബ്രേക്കപ്പ് ചെയ്തപ്പോ ഊരിക്കളഞ്ഞ റിങ്ങൊക്കെ ഇപ്പൊ ഇവർ വീണ്ടും തിരിച്ചിട്ടിട്ട് ഇനി തൊട്ട് കപ്പിൾസ് ആയിട്ട് ജീവിക്കാൻ തീരുമാനം എടുക്കും. അതേസമയം ഇവിടെ ഹുങ്ങാണ് അവൻ അവളെ കുറിച്ച് മറക്കാൻ സാധിക്കാതെ ഫുൾ ടൈം ഫോക്കസ് അല്ലാതെ മൈൻഡ് ഔട്ടിൽ തന്നെ ഇരിക്കും. അങ്ങനെ അവൻ ഉറക്കം വരാത്തപ്പോഴും ഇവന്റെ അടുത്ത് ജെയ്മി ഉള്ള പോലെ അവന് ഫീൽ ചെയ്യുമ്പോഴാണ് അവന് സന്തോഷം വന്ന് അവൻ കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഇവൻ ഇവിടെ ദുഃഖത്തിരുന്നാലും അവളാണ് ഇപ്പൊ സന്തോഷത്തി അവന്റെ കൂടെ ഒരു കപ്പിളായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ രാവിലെ തന്നെ എവിടേക്ക് പോകാന്ന് പറഞ്ഞ് അവൾ ഹേജോനെ വിളിക്കുമ്പോഴാണ് അവനാണ് ജീഹോ ഒരു സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അവന്റെ അസിസ്റ്റന്റിനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടെ അവന്റെ അസിസ്റ്റന്റ് അല്ല അതിനുവരെ വേറൊരു പെൺകുട്ടിയായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഇത് കണ്ട് അവൻ അവളായിട്ട് സംസാരിക്കുമ്പോഴാണ് അവൾ ജീഹോ വിളിച്ചിട്ട ഇവനെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നേന്ന് പറയും. അതിനുശേഷം ആ കൊച്ചുകുട്ടിയും അവൾക്ക് അവളുടെ ചേട്ടനെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കണം എന്ന് പറയുമ്പം അപ്പോഴായിരിക്കും ഇവന് പിടികിട്ടുന്നത് കുറച്ചു വർഷം മുമ്പ് ഇവന്റെ അച്ഛനെ കണ്ടപ്പോ അന്ന് ആ കാറി ഈ കൊച്ചുണ്ടായിരുന്നു. അതോടെ അവന് മനസ്സിലായി ഇത് അവനെ വളർത്തിയ അച്ഛന്റെ മകളാണ്. അതിനുശേഷം അവനും ഇവന്റെ ചേട്ടൻ എന്തിനാ ഇപ്പൊ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കൊച്ചു ഇമോഷണലായി പറയും അവളുടെ അച്ഛനും അമ്മയും കൂടെ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്തെന്ന്. അതുകൊണ്ട് ഇവൾ അമ്മയുടെ കൂടെ വിദേശത്ത് പോകുന്നുണ്ട്. അച്ഛൻ ഒറ്റയ്ക്കാവെന്ന് പേടിച്ചിട്ടാ ഇപ്പൊ അവൾ ചേട്ടനെ അന്വേഷിക്കുന്നത്. അങ്ങനെ ആ കാര്യം അവളും പറഞ്ഞ ഉടനെ ഇവന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ചേട്ടനൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്ന് അവൻ അവളെ പറഞ്ഞുവിടാൻ നോക്കും. ഇതോടെ അവളെ എല്ലാരും കേൾക്കത്തക്ക രീതിയിൽ പൊട്ടിക്കരയുമ്പോഴാണ് ഇവനാണ് മൊത്തത്തിൽ പേടിച്ചുപോയി ഇതെന്റെ അനിയത്തിയാന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അന്ന് രാത്രി അവനും ജീഹോ കണ്ട് സംസാരിക്കുമ്പോഴാണ് ഒരു അനിയത്തിയും ചേട്ടനും കൂടെ ഒന്നേരാൻ വേണ്ടി അവൻ ചെയ്തൊരു ചെറിയ സഹായം എന്ന് പറയും. ഇത് കേട്ട് അവനിപ്പോ ഒരു സഹായം
സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ജീഹോനോട് സംസാരിക്കാൻ വരുമ്പോഴാണ് ജീഹാൻ അതിന് മുമ്പേ തന്നെ പറയും ഇവന്റെ ലിസ്റ്റിലുള്ള 3-ാമത്തെ ആളിനെ അവൻ ഇതിന് മുമ്പേ തന്നെ കണ്ടെത്തിയെന്ന്. അതായത് ഇവന്റെ അച്ഛനെ അന്വേഷിക്കുന്ന കാര്യമൊക്കെ ജെയ്മി ഇവനോടെല്ലാം തുറന്നു പറഞ്ഞ്. അങ്ങനെ ആ കാര്യം പറഞ്ഞ് ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മുമ്പേ തന്നെ ജെയ്മി തപ്പാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് ഇവന് ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴായിരിക്കും ഇവന് വീണ്ടും തലകറക്കം വന്ന് അവന്റെ കൺട്രോൾ മൊത്തത്തിൽ അങ്ങ് പോകും. അതോടെ അവൻ എഴുന്നേറ്റ് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് അവൻ അവിടുത്തെ ആൾക്കാരെയൊക്കെ തട്ടിയിട്ട് അവിടെ മൊത്തത്തിൽ പ്രശ്നമാവും. ഇതോടെ ജീഹോ ആയിരിക്കും ഇവൻ ഫിറ്റ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ടാക്സി പിടിച്ച് അവന് പറഞ്ഞയക്കുന്നത്. പക്ഷെ ഇവിടാണ് അവനിപ്പോ ഒന്നും തന്നെ ക്ലിയർ അല്ല. അങ്ങനെ എങ്ങനെയൊക്കെ വീട്ടിൽ ചെന്ന് ഗുളി കഴിക്കണം എന്ന് പറഞ്ഞ് അവൻ പാസ്വേഡ് കടിച്ചു നോക്കുമ്പോഴാണ് അവൻ ഈ സിറ്റുവേഷന് പെട്ടെന്ന് പാസ്വേഡ് മറന്നു. അതോടെ അവന് വിഷമത്തി അവനെ ഓർത്ത് ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടെയൊക്കെ ചേച്ചിയും ജെയ്മിയും വിളിച്ചോണ്ട് ഗെറ്റപ്പ് എല്ലാം ചേഞ്ച് ചെയ്ത് വരും. ഇത് കണ്ട് അവനാണ് ഷോക്കായി ഇവളുടെ ഗെറ്റപ്പ് എന്തോ ഇങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് അവൻ അതിനെക്കുറിച്ച് തിരക്കുമ്പോഴാണ് ആ ചേച്ചിയാണെ പറയും ഇവർ കടം കൊടുത്ത ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടി ജെയ്മിയെ സഹായത്തിന് വിളിച്ചതാണ്. അതോടെ അവനാണ് കട്ട ദേഷ്യത്തി ഇങ്ങനത്തെ റിസ്ക് ആയിട്ടുള്ള പരിപാടിക്ക് എന്തിനാ അവളെ വിളിച്ചോണ്ട് പോകുന്നതെന്ന് ആ ചേച്ചിയെ വഴക്ക് പറയുമ്പോഴാണ് അവരാണ് മൊത്തത്തിൽ തകർന്നു പോകും. അപ്പോഴാണ് ജെയ്മി അവള് പറഞ്ഞിട്ടാ വിളിച്ചോണ്ടോ എന്ന് അവള് സത്യമൊക്കെ പറയും. പക്ഷെ ഇത് കേട്ട് ആ ചേച്ചിയെ വിഷമിച്ച് അപ്പൊ നിനക്ക് എന്നെ ഓർത്തൊന്നും വിഷമമില്ലെന്ന് അവരും പൊട്ടിക്കരയാൻ വേണ്ടി തുടങ്ങും. ഇതോടെ അവൻ എന്തെന്നറിയാതെ അകത്തേക്ക് വിളിച്ചോണ്ടായിട്ട് അവരെ സമാധാനപ്പെടുത്താൻ വേണ്ടി നോക്കും. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഡാൻസ് ഒക്കെ കളിച്ച് ഇവൻ എല്ലാവരും ചിരിപ്പിക്കുമ്പോഴാണ് അവസാനം ആ ചേച്ചിയെ സമാധാനമാകുന്നത്. അതിനുശേഷം അവനും അവനടുത്ത് അച്ഛനായിട്ട് പ്രതീക്ഷിക്കുന്ന വ്യക്തി ഭയങ്കര റിച്ചാന്ന് പറയുമ്പം ഇത് കേട്ട് അവരുടെയും കൂടെ ഷോക്കായി പോകും. അപ്പോഴാണ് അവനും അയാൾ അച്ഛനാണെന്ന് പ്രൂവ് ആയ പിന്നെ രണ്ടുപേർക്കും കോടിക്കണക്കിന് പൈസ ഞാൻ ഫ്രീ ആയിട്ട് തരാമെന്ന് അവൻ അവരെല്ലാം സന്തോഷപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ ഹുങ് ആണ് അവന്റെ അമ്മയ്ക്ക് ലെറ്റർ എഴുതി വെച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് അവർ ആ ലെറ്റർ അയച്ച് അവനോർത്ത് സങ്കടപ്പെട്ടോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഹേജോയും ജെയ്മിയും കൂടെ ആ 3-ാമത്തെ വ്യക്തിയുടെ DNA ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ അദ്ദേഹം വലിയ വ്യക്തി ആയതുകൊണ്ട് ഇപ്പൊ റിപ്പോർട്ടേഴ്സ് ഒക്കെ ചുറ്റിക്കറങ്ങി നിൽക്കുക. ആ സമയത്ത് എന്തോ സെലിബ്രേഷൻ ആയതുകൊണ്ട് അവിടെ കുറെ സൗണ്ട് ഉണ്ടാകുമ്പോഴാണ് ഹേജോയ്ക്കാണ് ആ സൗണ്ട് കേട്ടതോടെ പെട്ടെന്ന് തലകറക്കം വരും. അതോടെ അവന് മൊത്തത്തിൽ പേടിച്ചു പോയി. ഇപ്പൊ നമുക്ക് അയാളുടെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് പോകാൻ നോക്കുമ്പോഴാണ് അവളാണ് അത് കേൾക്കാതെ എങ്കിൽ പിന്നെ ഇവള് പോയി അയാളുടെ മുടി എടുത്തോണ്ടെന്ന് പറഞ്ഞ് ഇവൻ ഒറ്റയ്ക്കൊക്കെ അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവള് കൈവിട്ട് പോയതോടെ ഇവൻ എങ്ങോട്ടേക്ക് പോകണമെന്ന് ഒരു പിടിയില്ല. അതേസമയം ഇവൾ ഓടിച്ചെന്ന് അയാളുടെ മുടി പിച്ചെടുക്കാൻ നോക്കുമ്പോഴാണ് നാട്ടുകാർക്കൊക്കെ അപ്പോഴാണ് മനസ്സിലാവുന്ന അത് വിഗായിരുന്നെന്ന്. അതുകൊണ്ട് ഇവളുടെ പ്ലാൻ മൊത്തത്തിൽ ഫ്ലോപ്പായി. അപ്പോഴാണ് ഹേജോ നിന്ന സ്ഥലത്ത് ആൾക്കാരെല്ലാരും കൂടി ആംബുലൻസിനെ വിളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവള് പേടിച്ച് അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവനാണ് അവിടെ കടന്ന് വേദന സഹിക്കാൻ പറ്റാതെ അവിടെ തന്നെ കടന്നു പോകും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഇതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക.